നിയമവ്യവസ്ഥയിൽ പറയുന്ന ശിക്ഷ അതെന്തായിരുന്നാലും അത് ലഭിക്കും എന്ന് സമൂഹത്തിലുള്ളവരെ പോലെ തന്നെ നമുക്ക് വിശ്വാസമുണ്ട്. കാരണം പ്രതിയുടെ പേരിൽ ചുമത്തപ്പെട്ടുള്ള 10 കുറ്റകൃത്യങ്ങളും അസന്നിഗ്ധമായിട്ട് തെളിഞ്ഞതായിട്ട് കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പബ്ലിക് പ്രോസിക്യൂട്ടർ വളരെ ശക്തമായ രീതിയിലും കൃത്യമായ രീതിയിലും ഒക്കെ അതിനുവേണ്ട തെളിവുകളും രേഖകളും ഒക്കെ കോടതിയിൽ ഹാജരാക്കി. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ 302, 307 ഉൾപ്പെടെയുള്ള പ്രധാന വകുപ്പുകൾ ചേർത്ത് നൽകിയിട്ടുള്ള കുറ്റപത്രത്തിൽ ഇതെല്ലാം തന്നെ 10 കുറ്റകൃത്യങ്ങളും ചെയ്തതായിട്ട് കോടതിയിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ അനുശാസിക്കുന്ന നല്ല ഒരു ശിക്ഷ കിട്ടും എന്ന് തന്നെയാണ് പൊതുസമൂഹത്തിനെ പോലെ ഞങ്ങളും പ്രതീക്ഷിക്കുന്നത്. പൂർണ്ണമായിട്ട് ചെയ്തിട്ടുള്ള ഈ കുറ്റകൃത്യം സമൂഹ മനസാക്ഷിയെയും ഞങ്ങളെയും ഒരുപോലെ അമിത ദുഃഖത്തിൽ ആക്കിയിട്ടുള്ളതാണ്. എന്നാൽ ഈ പ്രതിക്ക് മാനസിക ബുദ്ധിമുട്ടും മറ്റ് അസുഖങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള ഒരു വാദം ഉന്നയിച്ചുകൊണ്ട് ഹൈക്കോടതിയിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും അവർ കേസുകൾ ഫയൽ ചെയ്തിട്ട് പോലും സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ അത് ഒരു മാനസിക ആരോഗ്യ സ്ഥിതിയെക്കുറിച്ച് അറിയുന്നതിന് കേരള ഗവൺമെൻറ് ഒരു സുപ്രീം കോടതി ഡയറക്ഷൻ കൊടുക്കുകയും അതുപ്രകാരം കേരളത്തിലെ ഏറ്റവും സമ്പന്നതരായ ഡോക്ടർമാർ ഉൾപ്പെടുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെയും തിരുവനന്തപുരം മാനസികാരോഗ്യ കേന്ദ്രത്തിലെയും പ്രമുഖന്മാരെ ഡോക്ടർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് 7 പേരെ ഡോക്ടർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുകയും ആ മെഡിക്കൽ ബോർഡ് പ്രതിയെ അവരുടെ കസ്റ്റഡിയിൽ തന്നെ കൊണ്ടുവന്ന് വളരെ വിശദമായിട്ട് കൃത്യമായിട്ട് ടെസ്റ്റുകൾ നടത്തി പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിക്ക് യാതൊരുവിധ മാനസിക വിഭ്രാന്തിയോ മറ്റ് അസുഖങ്ങളോ മാനസിക ടെൻഷനുകളോ ഒന്നും ഉള്ളതായിട്ട് റിപ്പോർട്ടിൽ പറയുന്നില്ല. ഈ പ്രതി ചെയ്ത കുറ്റത്തിനെക്കുറിച്ച് വളരെ അറിവുള്ളതാനും ബോധമുള്ളതാണെന്നും എന്നുവരെയും ഡോക്ടർമാർ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പരിണിതഫലം എന്തായിരുന്നാലും അദ്ദേഹത്തിന് അറിയാം. അതിൻ്റെ ആക്ഷൻ്റെ പരിണിതഫലത്തെക്കുറിച്ച് നല്ല ബോധ്യവാനാണ് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട മെഡിക്കൽ ബോർഡ്